പഠിക്കും തോറും ജോലി ലഭിക്കാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ ലോകത്ത്. കേരളം. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കാതിരിക്കാനുള്ള സാധ്യത 4%. പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രിയും PGയും ഉണ്ടെങ്കിൽ അത് 23%. ഇനി നിങ്ങളൊരു സ്ത്രീയാണെങ്കിലോ 43%. എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം ഏറ്റവും തൊഴിലില്ലാത്ത സംസ്ഥാനമായിട്ട് മാറിയത്? ഒന്നാമത്തെ കാരണം ഡിഗ്രി ജോബ് മിസ്മാച്ച് ആണ്. അതായത് പഠിക്കുന്നതിനുള്ള ജോബല്ല കേരളത്തിലുള്ളത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജോലിക്കുള്ളതല്ല നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ കാരണം ക്യൂ സിസ്റ്റം. കേരളത്തിലെ വലിയൊരു വിഭാഗം യുവതിയുവാക്കളും PSC എക്സാം എഴുതുന്നവരാണ്. ഇതിൽ തന്നെ പല ആളുകളും ലിസ്റ്റിൽ വന്നവരുമാണ്. ഈ ലിസ്റ്റുകളുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മിക്ക ജില്ലകളിലും 1ാം റാങ്ക് പോലും പോസ്റ്റ് ആയിട്ടില്ല. പുല്ല് തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. മൂന്നാമത്തെ കാരണം കേരളം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും പേടിയുള്ള സംസ്ഥാനമാണ്. അത്രയധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാനുള്ളത്. ഒന്നുകിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും, അല്ലെങ്കിൽ പരിസ്ഥിതിപരമായ പ്രശ്നങ്ങളുണ്ടാവും, അതുമല്ലെങ്കിൽ ജനങ്ങളുടെ എതിർപ്പും ഉണ്ടാവും. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം മിക്ക കമ്പനികളും തമിഴ്നാട്ടിലോ കർണാടകയിലോ പ്ലാന്റുകൾ തുടങ്ങി കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം കേരളത്തിന് ലഭിക്കേണ്ട 10,000-കണക്കിന് ജോലികൾ തമിഴ്നാട്, കർണാടക സ്റ്റേറ്റുകൾ കൊണ്ടുപോകും. ഇനി എന്താണ് സൊല്യൂഷൻ? തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യത്തെ സൊല്യൂഷൻ. കേരളത്തിൽ തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള യുവതിയുവാക്കളെല്ലാവരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറും. പതിയെ കേരളം വയസ്സായവരുടെ നാടായിട്ട് മാറും. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് കൂടും. അങ്ങനെ കേരളം എന്ന് പറയുന്ന ഐഡന്റിറ്റി തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് തൊഴിലില്ലായ്മ ഒരു പ്രശ്നം മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുടെ തുടക്കം കൂടിയാണ്.